നിങ്ങളുടെ വേട്ടയാടൽ സ്റ്റൈൽ എന്ന് പറയുന്നത് മെയിനായിട്ട് ക്ഷമയിലും കൃത്യതയിലും അധിഷ്ഠിതമാണ്. നിങ്ങൾ ഏതെങ്കിലും പുല്ലുകൾക്കിടയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു, പറ്റിയ തക്കത്തിനായി. തക്കം കിട്ടിയാൽ നിങ്ങൾ ഇരയെ വീഴ്ത്തുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ, കാരണം ഇതൊരു കിട്ടിയാ കിട്ടി പോയാ പോയി ഗെയിമാണ്. കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ആഴ്ചത്തേക്കുള്ള ഡിന്നർ സെറ്റ്, കിട്ടിയില്ലെങ്കിൽ ഈ ആഴ്ച പട്ടിണി തന്നെ. പക്ഷെ നിങ്ങളുടെ വേട്ട സക്സസ് ആയാൽ അത് നിങ്ങളുടെ കാത്തിരിപ്പിനൊക്കെ വർത്തായിരിക്കും. കാരണം ശരിക്കും ഒരു രാജാവിനെ പോലെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അത് കഴിഞ്ഞ് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ നിലത്ത് കിടന്ന് കോമ സ്റ്റേജിലായ കണക്കിന് കിടന്നുറങ്ങുകയും ചെയ്യാം. അങ്ങനെ ജനിച്ചിട്ട് ഒരു 7-8 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഏകദേശം പൂർണ്ണ വളർച്ചയിലെത്തിയിട്ടുണ്ടാവും. ആ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ചുറ്റുപാടുമുള്ള പെൺ കോമഡോ ഡ്രാഗണുകളെയൊക്കെ വല്ലാതെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതെ, ഇണചേരാൻ സമയമായിരിക്കുന്നു. ഇണചേരൽ സീസൺ എന്ന് പറയുമ്പോൾ വളരെ ടഫായ ഒരു ഡേറ്റിംഗ് ഗെയിം പോലെയാണ്. ഇണയാകാൻ സാധ്യതയുള്ളവരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാകും. പക്ഷെ വളരെ ശ്രദ്ധിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. ഈ ആൺ കോമഡോ ഡ്രാഗണുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ടഫാണ്. പെൺ കോമഡോ ഡ്രാഗണുകളുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ അർഹത തെളിയിക്കേണ്ടി വരും. അതിനായി നിങ്ങൾ നിങ്ങളുടെ വലുപ്പം, ശക്തി, നിങ്ങളുടെ അതിജീവന ശേഷി, മറ്റു ശേഷികൾ എന്നിവയെല്ലാം അവരെ കാണിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ഒരു കില്ലാടിയാണെന്ന് അവർക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ഇണചേരാനുള്ള സമ്മതം അവർ തരും. എന്തൊരു മുഞ്ചാടാ, കല്യാണം കഴിക്കണമെങ്കിൽ ഇതുപോലൊരു പെണ്ണിനെ കഴിക്കണം.